ഭർത്താവിന് 35 വയസ്സ് കഴിഞ്ഞു. പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു. ഈ സ്ഥിരമായിട്ടൊരു ജോലിയില്ല, കൂലിപ്പണിയാണ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ പിള്ളേരിൽ നേഴ്സിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പാവപ്പെട്ട പിള്ളേർക്ക് ഒരു വിവാഹം നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വരികയും പ്രാർത്ഥനാ സഹായം എഴുതിയിടുകയും ഔസേപിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രത്യേക മധ്യസ്ഥയായി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് മാർച്ച് 17-ാം തീയതി ചക്കാലക്കുന്ന് പള്ളിയിലെ ഔസേപിതാവിൻ്റെ കൂട്ടുനേർച്ച കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേനാണ് ഒരു വിവാഹാലോചന ആയിട്ട് ഫോൺ വരുന്നത്. ആ മാസം വിവാഹാലോചന നടക്കുകയും പരിശുദ്ധമ്മയുടെ വണക്കമാസത്തിൻ്റെ മാസമായ മെയ് മാസത്തിൽ അവൻ്റെ വിവാഹം നടക്കുകയും ഇന്ന് അവർക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അവൻ്റെ ജീവിതങ്ങളിൽ പ്രഗ്നൻ്റാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കും രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്കും ദൈവം ഒരു കുഞ്ഞിനെ നൽകിയിട്ടുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് എന്ന് പറയുന്നു. ജീവിത പങ്കാളിയെ ലഭിക്കാനായിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അത് ദൈവം ക്രമീകരിച്ചു. കുഞ്ഞുങ്ങളെ നൽകി, ജോലി നൽകി. ദൈവത്തിന് ഈ മകൻ അഭിമാനത്തോടുകൂടി എളിയവരുടെ പ്രാർത്ഥന വലിയവൻ്റെ മുൻപിൽ സ്വീകാര്യമാണ് എന്ന് ബോധ്യത്തോടുകൂടി പറയുകയാണ്. എളിമയോടുകൂടി ആ സാക്ഷ്യം ദൈവത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ദാസിയുടെ മേൽ താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവം താഴ്മയോടുകൂടി ദൈവത്തിന് മുൻപിൽ കരങ്ങൾ നീട്ടിപ്പിടിച്ച് അനുഗ്രഹം ചോദിച്ചവനെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.